ഓക്കെ. സോ ഇപ്പോൾ നമ്മുടെ ഫ്രീസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. then ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രീസിങ്ങിൻ്റെ ടൂള് മാറ്റിയിട്ട് നമ്മുടെ സെലക്ഷൻ ടൂളിലോട്ട് പോകുന്നു. then ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പോസിഷൻ വിൻഡോയിലോട്ട് പോവുകയാണ്. ലെയർ വിൻഡോ ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ. സോ ഇനി നമുക്കൊന്ന് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഫുട്ടേജ് അല്ലാത്ത മറ്റേ മെയിൻ ഫുട്ടേജ് നമുക്കൊന്ന് ഓഫ് ചെയ്ത്, അതായത് റോട്ടോ ബ്രഷ് ചെയ്ത അല്ലാത്ത മറ്റേ ഫുട്ടേജ് ഉണ്ട്. സോ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ഫൈൻ. നമുക്കൊരു വൈറ്റ് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സോ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം നമുക്ക് എ യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, കോണ്ടൻറ്റ് അവെയർ ഫിൽ എടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് റെഫറൻസ് ഫ്രെയിം എന്നുള്ളതുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു റെഫറൻസ് ഫ്രെയിം ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഫോട്ടോഷോപ്പിലോട്ടാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ നിങ്ങൾ ക്രിയേറ്റീവ് ക്ലൗഡ് നിങ്ങൾ പെയ്ഡ് വേർഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ ടൂളുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇതിനെ ഓപ്പോസിഷൻ ചെയ്യാം. ഓപ്പോസിറ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം, ഇൻവേഴ്സ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ മൈനസ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ നമ്മുടെ ഈ ടേബിൾ ഇവിടെ തന്നെ വേണം. ഓക്കെ, അതർ പോർഷൻസ് മാത്രം നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ജനറേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത്. സോ ഇത് മതി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മതി നമുക്ക്. സോ ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് ഈ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ജനറേറ്റ് ചെയ്യാം. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ക്യാരക്ടർ നമ്മുടെ ഇവിടെ ആങ്കർ ആക്ച്വലി ഇത്രയും അടുത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത്, അതായത് കുറച്ച് ലോങ് ആയിട്ട് ഈ ആളെ നിർത്തേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആക്ച്വലി ഈ ക്യാരക്ടറിൻ്റെ ഈ നമ്മുടെ ഇവിടെയുള്ള ആങ്കറിൻ്റെ ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഹാൻഡോ ഒരു കാര്യങ്ങളൊന്നും പുറത്തോട്ട് പോകണില്ല. ഇപ്പോൾ ഫ്രെയിമിൻ്റെ പുറത്തോട്ട് പോകണില്ല, എല്ലാം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രോബ്ലം അല്ല. ഓക്കെ, സോ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നില്ല നമുക്ക്, കാരണം എല്ലാം അവരുടെ കൈയോ ഹാൻഡോ, സാധാരണ ചിലപ്പോൾ കുറച്ച് അടുത്ത് വെക്കുമ്പോൾ ഹാൻഡോ കൈയോ കുറച്ച് അടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കൈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട്, ഫ്രെയിമിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഞാൻ 3 സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇവിടെ ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ് ഈ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. സോ ഇനി എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സോറി, ഇവിടെ അതർ പോർഷൻസും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജനറേറ്റീവ് ഫില്ല് കൊടുക്കുന്നു. ഓക്കെ, തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺട്രോൾ എസ് അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലൊക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേഞ്ചസ് കാണാൻ പറ്റില്ല. നമുക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ജസ്റ്റ് ടൈമിൽ പോയിട്ട്, ഇപ്പോൾ നിലവിൽ നമ്മുടെ റെഫറൻസ് ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് റെഫറൻസ് ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫ്രെയിം ആക്ച്വലി ഇത് സീക്വൻസ് ആയിട്ടാണ് ഇമ്പോർട്ട് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരൊറ്റ ഫ്രെയിമാണ് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റെഫറൻസ് ഫ്രെയിമിന് നമ്മൾ ടൈമിൽ പോയിട്ട് നമ്മൾ ഫ്രീസ് ഫ്രെയിം എന്ന് കൊടുക്കുകയാണ്. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, താഴോട്ടൊന്ന് ഈ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് താഴെ നമ്മുടെ റോട്ടോ ബ്രഷ് ചെയ്ത ലെയറിൻ്റെ താഴോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഈ നമ്മുടെ റെഫറൻസ് ഫ്രെയിം ഒന്ന് സൂം ഇൻ ചെയ്ത് കൊടുക്കാം.
ഓക്കെ ഫൈൻ, ഇവിടെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ എയർ ഡീറ്റെയിൽസിൻ്റെ പ്രശ്നം വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. സോ നമ്മൾ ഓൾറെഡി എടുത്ത ബാക്ക്ഗ്രൗണ്ടും ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, അതുകൊണ്ട് ആ പ്രോബ്ലം വരാറില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൂട്ടേജിൻ്റെ നമ്മൾ പാരൻ്റൽ ലിങ്ക് ഇല്ലേ, സോ അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ റെഫറൻസ് ഫ്രെയിമിലോട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ഓഫ് ചെയ്യണം. ബാക്കി വരുന്ന ഫൂട്ടേജസ് ഞാനൊന്ന് ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഫൂട്ടേജിൽ നിന്ന് അതെല്ലാം എടുക്കാവുന്നതാണ്. സോ ഇവിടെ ഒരു ഫൂട്ടേജ് ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് മറ്റത് ഡിലീറ്റ് ചെയ്തത്. സോ ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ മെയിൻ ഫൂട്ടേജ് നമ്മൾ സോ ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ റോട്ടോ ബ്രഷ് ചെയ്ത ഫൂട്ടേജിൻ്റെ പാരൻ്റ് ആൻഡ് ലിങ്കിങ് ജസ്റ്റ് ഈ റെഫറൻസ് ഫ്രെയിമിലോട്ട് കൊടുക്കുകയാണ്. ഈ റെഫറൻസ് ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ആക്ച്വലി വരുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് സ്കെയിൽ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഫറൻസ് ഫ്രെയിം, നമ്മുടെ റെഫറൻസ് ഫ്രെയിം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്, BG എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ ഇനി സൂം ഇൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി സൂം ഇൻ സൂം ഔട്ട് ആവും. ഓക്കെ, ഇവിടെ ഒരു വേറൊരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. അതായത് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ, സോ ഈ പോർഷനിലൊക്കെ നമുക്ക് ഇവിടെ ഒരു കട്ടിങ് ഫീൽ വരുന്നില്ലേ, സോ മാച്ച് ചെയ്യാത്തൊരു ഇഷ്യൂ വരുന്നുണ്ട്. സോ അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഫുട്ടേജ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, then എന്ത് ചെയ്യുന്നു, പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓഫ് ചെയ്യുക. then എന്ത് ചെയ്യുക, നമുക്ക് ഈ ഫൂട്ടേജ് ഒന്ന് ഇതിൻ്റെ എഡ്ജിലൂടെ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇവിടെ നമുക്ക് എഡ്ജിലൂടെ മാസ്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എഡ്ജിലൂടെ മാസ്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ റോട്ടോ ബ്രഷ് ചെയ്തുകൊണ്ട് നമ്മളത് പ്രീ കോംബ് ചെയ്യേണ്ടി വരും. Ctrl+Shift+C അടിച്ചിട്ട് പ്രീ കോംബ് ചെയ്യേണ്ടി വരും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഫൂട്ടേജിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ പ്രീ കോംബ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ മൂവ് ഓൾ ആട്രിബ്യൂട്ട് ഇൻ ദി ന്യൂ കോമ്പോസിഷൻ എന്നുള്ള കൊടുക്കുകയാണ്. കാരണം ഈ ഫുട്ടേജിൽ വരുന്ന എല്ലാ എഫക്ട്സുകളും അതുപോലെ തന്നെ എല്ലാ അപ്ഡേഷൻസും സോ ഈ ഫുട്ടേജിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഫൂട്ടേജിൻ്റെ ഉള്ളിലോട്ട്, അതായത് കോമ്പോസിഷനിൽ വരാതെ ഫൂട്ടേജിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുകയാണ്. സോ ലീവ് ഓൾ അട്രിബ്യൂട്ട് ഇൻ കോംബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള എലിമെട്രി കളർ, ഓട്ടോ ബ്രഷ്, ഈ 2 എഫക്ട്സുകളുണ്ടാവും. സോ അത് കോമ്പിന് പുറത്തായിട്ട് വരും. ഇപ്പം നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ കോമ്പായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ കോമ്പിൽ ഒരു എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഫുട്ടേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കൊടുത്ത എഫക്ട്സുകളും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പിൽ പോകുന്നു, പുറത്തോട്ട് മെയിൻ കോമ്പിലോട്ട് വരുന്നു. സോ നമ്മളിവിടെ ഒന്ന് Ctrl-K കഴിച്ചിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കോംബ് 1 പകരം മെയിൻ കോംബ് എന്ന് കൊടുക്കുകയാണ്. സോ മെയിൻ കോംബ് എന്നുള്ള ഒരു നെയിമിങ് കൊടുക്കുകയാണ്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ മെയിൻ കോംബ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു നിലവിൽ ഒരൊറ്റ കോംബാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മുടെ ഈ ആങ്കറുടെ കോംബാണ് വരുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടെ മാസ്ക് കൊടുക്കാം. ഈ മാസ്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ്, ഒരു എഡ്ജസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എഡ്ജിലൂടെ ജസ്റ്റ് ഒന്ന് റോട്ട് ചെയ്തിട്ട് നമുക്ക് ഫെദർ കൊടുത്താൽ മതി. ഈ നമ്മുടെ മാസ്കിൽ ഫെദർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ആവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, മാസ്കിൽ പോകുന്നു, മാസ്ക് സെക്ഷനിൽ അതായത് ജസ്റ്റ് ഈ ആരോ ക്ലിക്ക് ചെയ്യുക. then എന്ത് ചെയ്യുക, മാസ്ക്, ട്രാൻസ്ഫോം ആൻഡ് ഓഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാസ്കിൽ പോകുന്നു, then എന്ത് ചെയ്യാം, ഇവിടെ ആരോ കാണാം. then എന്ത് ചെയ്യുന്നു, മാസ്ക് ഫെദറിൽ ജസ്റ്റ് ഒന്ന് വാല്യൂ അപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓൺ ചെയ്യാം. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഇത്രയും നമുക്ക് സൂം ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ പാരൻ്റ് ലിങ്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അത്യാവശ്യം ഇത്രയും സൂം ഔട്ട് ചെയ്യാം. ഇത്ര ഏരിയ നമുക്ക് സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത്ര സൂം ഇൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് സെക്ഷനിലോട്ട് പോവാം.
ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എഡിറ്റിംഗ് സെക്ഷനിലോട്ട് പോകണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, കളറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. സോ എഡിറ്റിംഗ് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ക്രിപ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാണ്. സോ ഇനി നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കോണ്ടൻറ്റുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റഗ്രാമിലോട്ട് ആഡ് കാണുമ്പോൾ, സോ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഒരു അഡ്വർടൈസിങ് കാണുമ്പോൾ ഏകദേശം ഇത്രയും പോർഷൻസ് ബ്ലാങ്ക് പോർഷൻസ് ആണ്. ആക്ച്വലി ഇത്രയും പോർഷൻസ്, അതായത് വീഡിയോയുടെ ബോട്ടം പ്ലേസിൽ ഇത്രയും പോർഷൻസിൽ ഒരു കോണ്ടൻറ്റ് കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ല? ഇത്രയും പോർഷൻസ് ബ്ലാങ്ക് ആണ്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സോങ്ങോ സംതിങ് അതിൻ്റെ ഒരു ലൈനിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫൈലിൻ്റെ നെയിമിങ് കാണാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ മെറ്റാ ആഡ് ത്രൂ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ സോ ഇവിടെ ആയിരിക്കും കോൾ ടു ആക്ഷൻ ബട്ടണൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലൈക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന പോർഷൻസ് ഈ പോർഷനിലാണ്. സോ ഇത്രയും പോർഷൻസ് ബ്ലാങ്ക് പോർഷൻസ് ആണ്. സോ പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിലോട്ടാണ് നമ്മൾ ടെക്സ്റ്റ് കോണ്ടൻറ്റുകളോ മറ്റ് കോണ്ടൻറ്റുകളോ കാര്യങ്ങളോ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാരക്ടറിന് നമ്മുടെ ആങ്കറിൻ്റെ പ്ലേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ സാധാരണ സെൻറ്ററായിട്ടാണ് കീപ്പ് ചെയ്യാറ്. സോ അത് കീപ്പ് ചെയ്ത് സെൻറ്ററായിട്ടുള്ള കുറച്ച് ടോപ്പിലായിട്ടാവണം നമ്മൾ ആങ്കറിൻ്റെ ഫേസ് കീപ്പ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് പൊസിഷൻ മാറ്റി കൊടുക്കുകയാണ്. സോ ഷിഫ്റ്റ് പി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പൊസിഷൻ എനേബിൾ ചെയ്യുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഓക്കെ, ഈ രീതിയിലൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ടൈറ്റിൽ ആക്ഷൻ സേഫ് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ പ്ലസ് ഐക്കൺ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ പ്ലസ് ഐക്കൺ, ഇതാണ് സെൻറ്റർ പോയിന്റ് വരുന്നത്. സോ നമ്മുടെ ഫേസും കറക്റ്റ് ഈ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ആങ്കറിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ട പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഈ പ്ലേസിൽ നമ്മൾ ആങ്കറിനെ പ്ലേസ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഒരു ഷാഡോ കൊടുക്കാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഒരു ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ബ്ലാക്ക് പോർഷൻസ് അവിടെ കൊടുക്കും. ബ്ലാക്ക് ഒരു ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഷേപ്പ് ഇടാം. ഓക്കെ, സോ ബ്ലാക്ക് മാത്രമല്ല, അവരുടെ ബ്രാൻഡിൻ്റെ കളർ എന്താണോ ആ കളറും അവിടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ സെൻറ്റർ അലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുക, ഫില്ലിൽ പോയിട്ട് ഇവിടെ ഷേപ്പ് ഇടാം. ഇതിനെന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ഫില്ലിൽ കളർ ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് ഫാസ്റ്റ് ബോക്സ് ബ്ലർ എന്നുള്ളൊരു എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈസ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇപ്പം നമുക്ക് എന്തായുണ്ട്, ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഫേസിലോട്ട് ഭയങ്കര ഡാർക്ക്നെസ് കയറി വരുന്നുണ്ട്. ഞാൻ കോട്ടറിന് ഫുള്ളിലോട്ട് ഇടാണ്. ഫേസിലോട്ട് നല്ല രീതിയിൽ ഡാർക്ക് കയറി വരുന്നുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല രീതിയിൽ ഡാർക്ക് കയറി വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷേപ്പിൽ ഒരു മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ മാസ്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പെൻ ടൂൾ എടുത്തിട്ട് നമ്മളിവിടെ ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഷേപ്പ് ലെയറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷേപ്പ് ലെയറിലോട്ട് നമ്മൾ മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടോ, ഇവിടെ നമ്മുടെ പെൻ ടൂളിൽ സ്റ്റാർ ആണ് വരുന്നത്. സോ സ്റ്റാർ വരുമ്പോൾ എന്തായിരിക്കും, അവിടെ ഷേപ്പ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ ഷേപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പുതിയൊരു ഷേപ്പും കൂടി ആഡ് ആയി വന്നിട്ടുണ്ടോ. സോ ഇവിടെ റെക്റ്റാങ്കിൾ 1, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് വന്ന ഈ ഷേപ്പും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത് മാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു മാസ്ക് വേണം. ഇവിടെ ഈ ഫേസിൻ്റെ അങ്ങോട്ട് ഡാർക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഷേപ്പ് ആൻഡ് മാസ്ക് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഉണ്ടോ, ഇവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇതാകെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഷേപ്പ് ലെയേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഏത് ലെയറിനും ഇത് അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ ഇവിടെ കോംബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോമ്പിന് നമുക്ക് ആകെ മാസ്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ലെയറിന് നമ്മൾ പെൻ ടൂൾ വെച്ചിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും മാസ്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഷേപ്പ് ലെയേഴ്സിലോട്ട് വരുമ്പോൾ
നമ്മൾ ഷേപ്പ് ലെയേഴ്സിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ മാറ്റം വരുത്താൻ പറ്റും. ഇവിടെ ഷേപ്പ് ഈ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന് തന്നെ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ടൂളും ഷേപ്പ് ടൂളും പെൻ ടൂളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാസ്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതായത് മാസ്ക് ആണോ ഷേപ്പ് ആണോ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മാസ്ക് എന്നുള്ളത് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മാസ്കിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈ റോട്ടോ ബീസിയർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പെൻ ടൂൾ എടുക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മാസ്ക് ടൂൾ സെലക്ട് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തെടുക്കും. നമുക്ക് ഈ പോർഷൻസ് മാത്രം മതി എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, ഓക്കെ ഫൈൻ. ഇപ്പോൾ അവിടെ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ മാസ്ക് ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ബോക്സ് പ്ലെയർ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ അത് ടോട്ടലി ആണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാസ്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ കൂടെ യൂസ് ഇല്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, മാസ്ക് ഡിലീറ്റ് ചെയ്യണം. സോ നമ്മൾ ബ്ലർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്മുടെ ഇവിടെ ഇതിൻ്റെ വാല്യൂ ഇവിടെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ നമുക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. വേറൊരു ഓപ്ഷൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയാസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മൾ വേറെ ഷേപ്പ് ഇട്ടിട്ട്, സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഇട്ടിട്ട് അതിലോട്ട് ട്രാക്ക് മാറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ട്രാക്ക് മാറ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കട്ട് വരുന്നുണ്ട്. സോ അതും പെർഫെക്റ്റ് ഇല്ല, കാരണം ഒരു കറക്റ്റ് കട്ടിങ് ഇവിടെ വരുന്നുണ്ട്. സോ അപ്പോൾ അതും പെർഫെക്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടേക്ക് ഒരു മിസ്സിങ് വരുന്നുണ്ടാവും, മേലോട്ട് കയറി വരുന്നൊരു ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ ഇതാണ് ഒരു വേ എന്ന് പറയുന്നത്. നമുക്ക് താഴെ ഒരു ഡാർക്ക്നെസ് കൊടുക്കാനുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ ഡാർക്ക് കൊടുക്കാവുന്നതാണ്, പിന്നെ വൈറ്റും കൊടുക്കാറുണ്ട്. സോ ഡാർക്ക്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമൺ കളേഴ്സ്. സോ പിന്നെ അല്ലാതൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളർ ഏതാണോ, അവരുടെ ബ്രാൻഡിൻ്റെ കളർ ഏതാണോ, സോ അതും കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ കളർ ഇതാണ് കൊടുക്കാറുള്ളത്. സോ ചിലതിൽ നമ്മൾ ഇതും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫാസ്റ്റ് ബോക്സ് പ്ലെയർ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡാർക്ക്നെസ് കൊടുക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫില്ല് കളറിൽ ഫില്ലിൻ്റെ ഇവിടെ ഓപ്ഷനിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ലീനിയർ ഗ്രേഡിയൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് വന്നിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രേഡിയൻറ്റ് സെറ്റിങ്സിലോട്ട് നമ്മൾ ഫില്ല് കളറിലെ ഓപ്ഷനില്ല. സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ രീതിയിലായിരിക്കും വരിക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ രണ്ട് കളറും ബ്ലാക്കാണ് എനിക്ക് വേണ്ടത്. ബ്ലാക്കാണ് ഇവിടെ എനിക്ക് ബോട്ടമിൽ വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റത്തെ കളറും ബ്ലാക്ക് കൊടുക്കുന്നു, സെക്കൻഡ് കളറും ബ്ലാക്ക് കൊടുക്കുന്നു. ദെൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്കൊരു സെലക്ഷൻ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പാസിറ്റി ഡൗൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, ഒപ്പാസിറ്റി ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് പോയിൻറ്റ്സ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് രണ്ട് ബ്ലാക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലാക്ക് ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ മറ്റ് അതർ ബ്ലാക്ക് ആണ്. സോ ഒരു ബ്ലാക്കിന് നമ്മൾ 0% ആണ് ഒപ്പാസിറ്റി കൊടുത്ത്, അതർ ബ്ലാക്കിന് നമ്മൾ 100% ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. സോ അത് രണ്ടുമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സേഫ് മോഡ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല, അതവിടെ കിടന്നോട്ടെ. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഇഷ്യൂസ് നമുക്കവിടെ ഇല്ല. ഓക്കെ, ക്ലാസ് എടുക്കാൻ സൂം. ഓക്കെ, സോ പ്ലേ ചെയ്യുമ്പോൾ ആ ഇഷ്യൂസ് ഇല്ല. പ്ലേ ചെയ്യുമ്പോൾ ഒക്കെ ക്ലീൻ ആയിട്ടുള്ളൊരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വിൻഡോ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. ഓക്കെ,